ഐ ഞാൻ കമ്പ കുടുങ്ങിക്കണ്. എന്തോ ഞാൻ ഓടുന്നു. ഇവിടെ തടഞ്ഞിക്കണത് നേരല്ലേ. ഞാൻ അങ്ങനാണ്ട് പോവല്ലേ ഇജിപ്പോ ഇവിടുന്ന് ഓടി കളിച്ചു വരുന്നേ. എന്നോട് പറയാം ബാവാ ഉമ്മ അറിഞ്ഞേ കുടുംബക്കാരാ ആരാ മൂത്താപ്പെന്ന് വരുന്നുണ്ട്. അപ്പൊ ഉമ്മ 50 ഉറുപ്പ്യ തന്ന്. 50 ഉറുപ്പ്യ തന്നിട്ട് എന്നോട് പറഞ്ഞേ ഇതിന് മൂത്താപ്പാക്ക് വാഴക്കപ്പൊരി മേടിക്കാൻ പറഞ്ഞു. എന്നിട്ട് 3 വാഴക്കപ്പൊരിയും പിന്നെ ഉള്ളിവാടിയും പിന്നെ പരിപ്പ് വാടിയും പിന്നെ പാൽച്ചായയും വാങ്ങാൻ പറഞ്ഞു. പാൽപ്പൊടി അത് വാങ്ങാൻ പറഞ്ഞു. മോനെ ഞാൻ അവിടെ എത്തിയപ്പോ മൂത്താപ്പ മാത്രല്ല മൂത്തൂമ്മയും സെഫ്യാത്തിയും പിന്നെ എല്ലാരും വരുന്നുണ്ട്. ഉക്കാത്തിയും മക്കളും എല്ലാരും കൂടി വരുന്നുണ്ട്. പെരടിച്ച് വരികയാണ്. ഈ 50 ഉറുപ്പ്യക്ക് പോയില്ലെങ്കിൽ എന്ത് കിട്ടാനാ? ഞാന് കടക്കാരനോട് പറഞ്ഞു ഇത്ര ആൾക്കാർ. അപ്പൊ ഓര് ചോദിച്ചിട്ട് എന്താന്ന് ഒരാളെ കണ്ടേ. അപ്പൊ പറഞ്ഞു ഇതൊക്കെ വിരുന്നേരാണ്. അല്ലോടക്കാണ് വിരുന്നേരിയെന്ന് ഞാനറിഞ്ഞു. അപ്പൊ ഞാൻ പറയും ഇമ്മ പറഞ്ഞതാണ് ഈ കായ്ക്ക് സാധനം വാങ്ങാന്. അപ്പൊ ആ കടക്കാരൻ പറഞ്ഞു ഇതിനൊന്നും കിട്ടൂല, ഒച്ചങ്ങളൊക്കെ പാട് വന്നിട്ടുണ്ടെങ്കിലേ ഒരു വലിയ കായ് എടുക്കണത്രേ. 500-ന്റെ കായ്, 50-ന്റെ 100-ന്റെ കായ് അത്രേ. അത് പറ്റൂലല്ലോ. വരുമ്പത്തിന് മുന്നേ ഒരവിടെ വർത്താനം പറഞ്ഞിട്ടുണ്ട് തിത്തിണ്ടാക്കാതെ. അപ്പൊ ഞാൻ ഓടി വരും. എന്റെ അമ്മ അവിടെ ഇല്ല തോന്നുന്നുണ്ട്. ഉമ്മടക്ക പോയി അങ്ങോട്ട് പോയത് തോന്നുന്നുണ്ട്. ഇമ്മ വരുമ്പോ പറഞ്ഞിരിക്കണ് അഞ്ചാറില്ലാന്ന്. അപ്പൊ അവിടുന്ന് വാങ്ങാൻ പോയതാവും. ജാനേച്ചിന്റെ അവിടുന്ന് വാങ്ങാൻ പോയിട്ടുണ്ടാവും. അപ്പൊ ഇജ്ജ് വാങ്ങാൻ പഞ്ചാര വാങ്ങാനല്ലേ പോയത്? ഞാന് ചായന്റെ കടിക്ക് വാങ്ങാൻ പോയതാ. മണ്ട. അത് ശരി, ചായക്കടി വാങ്ങാൻ പോയതാ. പഞ്ചാര വാങ്ങാൻ പോയിട്ടുണ്ടാവും ഉമ്മ. അപ്പൊ ഓര് പറഞ്ഞേ ഞാൻ ഓര് ഒക്കെപാടി വരുന്നുണ്ടല്ലേ. അപ്പൊ ഞാൻ വേഗം വണ്ടി വരുന്നുണ്ട്. എന്താ ഇമ്മാണ്ടത് പറയും വേണോ ഈ കായ്ക്ക് കിട്ടൂല അത്ര. കിട്ടൂലല്ലോ. കിട്ടൂല. ഇമ്മാണ്ട് മിച്ചറൊക്കെ എടുത്തുവെച്ചിട്ടുണ്ട്. ഇമ്മ അത് കട്ടുമ്മല വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഇവരൊക്കെ പിള്ളേരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലേ അനക്ക് കിട്ടൂല അല്ലേ? എനിക്കും കിട്ടൂല, ഇമ്മാക്കും കിട്ടൂല. കട്ടിന്റെ ചോട്ടിൽ ആ കുട്ടികളൊക്കെ കട്ടിന്റെ ചോട്ടിലൊക്കെ പോവും. കുട്ടികളുണ്ടോ? കുട്ടികളുണ്ടെങ്കിൽ അന്നെ അടിക്കും. ചെക്കണ്ടല്ലോ, ആ ചെക്കനൊക്കെ ഉണ്ട്. അനക്ക് വേണ്ട കിട്ടും. ഇതിന്റെ കാട്ടിലെ ഞാൻ കല്ലെടുത്തിരുന്നു. അതിന് എല്ലാരും എന്നോട് പറയണ ബാബ, ഞാൻ ഓരോർക്ക് വിരുന്നിന് പോയില്ലേ, നിക്കാൻ പോയില്ലേ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് കൊറേ അന്ന് ആ ചെക്കനെ കളിക്കാൻ കൂട്ടിയില്ല. ഓ ചെക്കനപ്പോ കൊറേ ചെക്കന്മാരുണ്ട് കളിക്കാൻ. അപ്പൊ ഞാൻ ചോദിച്ചു കളിക്കാൻ. അപ്പൊ ആ ചെക്കൻ എന്നോട് എന്നെ ചീത്തറിഞ്ഞു പോന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ഉമ്മാട് പറയും അതിനാ ചെക്കൻ ഇന്റെ ഇവിടേക്ക് ഒരു തള്ളല് ഇങ്ങോട്ടൊക്കെ ഭയങ്കര വേദന. അപ്പൊ ഞാനൊന്നും ചെയ്തില്ല. ഒരു കല്ലെടുത്തിട്ട് ഒന്നും അതിന് കുറച്ച് ചോര വന്നു. അതിന് ചെക്കൻ ചീറി. പിന്നെ ചോര വന്നാ പിന്നെ ചീറൂല. എന്നിട്ട് മൂത്തമ്മി എല്ലാരും പറയാ ഞാനത്ര ആദ്യം ഏതുണ്ടാക്കിയത് എല്ലാരും ഇന്റെ നേരത്തെ വന്നു. അതും അങ്ങനെ തന്നെ. ചെറിയ കുട്ടികളായിട്ട് കളിക്കാൻ പാടില്ലല്ലോ. ഓരല്ലടാ ആദ്യം ഏതുണ്ടാക്കിയത്. കുട്ടികളല്ലേ, അവർക്ക് നിച്ചുണ്ടാവില്ല. അവർക്ക് നിശ്ചയില്ലെന്നോ മോനെ. ആ ചെക്കൻ ഇന്നാളിന്നെ അറിഞ്ഞതാണ്. ഇങ്ങനെ എടുത്തിട്ട് ഒറ്റ ഏറാണ്. ഇങ്ങനെ ഓർക്ക് എങ്ങനെ നിശ്ചയിക്കാനാവുക? എന്നിട്ട് മണ്ട. എന്നിട്ട് എല്ലാരും കൂടി പ്രശ്നാക്കി. എന്നിട്ട് എല്ലാരും കൂടി ഇന്റെ തലക്ക് കയറിക്കുന്നു. ഇപ്പൊ ആ ചക്കൻ വരുന്നുണ്ടാ. ആ ചക്കൻ വരുന്നുണ്ട്. മാറില്ല മിച്ചറൊക്കെ എടുത്തുന്നു. മോനെ കുട്ടികളല്ലേ എടുത്തുന്നോട്ടെ കുഞ്ഞപ്പോ. ഞാൻ ഓരോടെ പോയപ്പോഴേ വലിയൊരു കുപ്പിയില് മീന് ഈ പല്ലി കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ഒന്ന് എടുത്തിട്ടൊന്ന് ഇങ്ങനെ ഒന്നാക്കിയപ്പോ ചത്തി. ഒന്നും കൂടി എത്തുമ്പോ ഞൗണ്ടിയപ്പോ ചത്തി. അപ്പൊ ഒരിക്കൽ പൊരിച്ചാ പോരെ. എന്തൊക്കെയാ പറഞ്ഞു കെപ്പീനെ കൊന്ന്. ഞാൻ കെപ്പീനൊന്നും കൊന്നിട്ടില്ല. പല്ലിമീനിനെ അല്ലെങ്കിൽ നെക്കിയത്. അത് വളർത്തുമീനാണ് കുഞ്ഞപ്പോ. കെപ്പിയാന്ന് പറഞ്ഞിട്ട് ഇന്നെ അടിക്കാൻ വന്നിട്ട് കൂട്ടാൻ വെക്കാൻ പറ്റിച്ചിട്ടാ പൊരിച്ചിട്ട്. എന്നിട്ട് ആ ചെക്കന്മാര് എല്ലാരും കൂടി പറഞ്ഞിട്ട് ഒരു കോട്ടി കളിക്കുന്നുണ്ട്. പിന്നെ കൂട്ടിയില്ല. ഞാൻ വാരി ഓടി. അങ്ങനെയൊക്കെ ഓരോട് കടക്കണ്ടാന്ന്. ഇതിപ്പോ എന്തിനാണോ ഇവരെ കൂടി വരുന്നത്? ഇപ്പൊ ഇവര് മാത്രം വരുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഒക്കെപ്പാടും വരികയാണ് ഇപ്പൊ. തിന്നാൻ ഉണ്ടാവും. അല്ല ഓല് വന്ന വെച്ച് സന്തോഷിക്കല്ലേ വേണ്ടേ? നല്ല സന്തോഷിക്കല്ലേ. അയാള് ആകെ 50 കുപ്പി അത്ര. ഇന്നിപ്പോ കോഴി ബിരിയാണി ഒക്കെ വെക്കൂലേ? ഞാൻ പോട്ടെ. ഇമ്മ പഞ്ചാര മേടിച്ചു വരുമ്പത്തീനെ ഉമ്മാണ്ട് പറയട്ടെ എല്ലാരും കൂടി വരുന്നുണ്ട് എന്നുള്ളത്. ഉമ്മ ഇവിടെ ഇല്ലല്ലോ. ഉമ്മ പഞ്ചാര അടിക്കാൻ പോയിക്കാണോ? വരുമ്പോഴത്തേന് പോയാ പോരാ കുഞ്ഞപ്പ. എന്തിനാ ധൃതിയാക്കണ്? ധൃതി വെച്ചിട്ട് പോയിട്ട് അവിടെ വരുമോന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാനെന്താ പറയാ കുഞ്ഞപ്പോ.
ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഉമ്മ പഞ്ചാര അടിച്ചിട്ട് പോയാ മതിയല്ലേ. ആ ആ ചെപ്പാത്തൊക്കെ കുറച്ച് കൂടിക്കുന്നു. ഞാൻ ഇന്നാള് ചോറ് കഴിക്കുമ്പോളെ ചെപ്പാത്തിനെ വസളാക്കി ഒരു ചാറ് തന്നിരുന്നു. അപ്പൊ നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ ആ തള്ളക്കായിൽ എടുത്തിട്ടൊന്നും ഇങ്ങനെ അതിന്റെ ശേഷം ചെപ്പാത്ത നീ പറയാത്ത ഇല്ല. അങ്ങനെ ചാറ് കുടിക്കാൻ പാടുണ്ടോ? കയ്യിലായിട്ട് കയ്യിലായിട്ടുണ്ടാവും ആൾക്കാരെടുന്ന് എന്നല്ലേ. ആകെ പോട്ടെ കുഞ്ഞപ്പോ ഓല് അവിടുന്ന് വരുന്നുണ്ട് തോന്നുന്നുണ്ട്. ഞാൻ പോട്ടെ കായ് മേടിച്ചിട്ടേ ഉമ്മനെ മേടിച്ചോണ്ടിരിക്കോട്ടെ. ഉമ്മനെ മേടിച്ചോണ്ടിരിക്കോട്ടെ. എന്നാ പോയിക്കോ.